ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിനകത്ത് ഡയഗ്നോസിസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ഷിജന റിയാസ്. അപ്പോൾ എൻ്റെ ഈ ഒരു 16 വർഷത്തെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിനിൽ പലപ്പോഴും കേസസ് നമ്മളെ തേടി എത്തുമ്പോൾ അവർ ചിലപ്പം 8 വർഷം അല്ലെങ്കിൽ 10 വർഷം അല്ലെങ്കിൽ 12 വർഷം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് അവർ ഇൻഫെർട്ടിലിറ്റി ഫേസ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് അവരുടെ കുഴപ്പമെന്നോ അവർക്ക് അറിയണ്ടാവില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മളെടുത്ത് ഇവിടെ ഒരു കേസ് ട്രീറ്റ്മെൻറ്റിന് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ് അവരുടെ പ്രോബ്ലം, എന്തുകൊണ്ട് അവർ ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നു, എങ്ങനെ അവർക്ക് തെറ്റി. കാരണം സപ്പോസ് ചിലപ്പോൾ ഇപ്പോൾ അവർക്ക് ലോ AMH അല്ലെങ്കിൽ അസോസ്പെർമിയ അല്ലെങ്കിൽ കൗണ്ട് ലോ അങ്ങനെയുള്ള കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ അവർക്ക് തെറ്റി. ഓക്കെ, ചിലപ്പോൾ അവരുടെ ഫാമിലി ഹിസ്റ്ററി ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ മുമ്പത്തെ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടായിരിക്കാം. അങ്ങനെ എന്ത് കാരണങ്ങൾ കൊണ്ട് എന്നുള്ളത് കൂടി നമ്മൾ നോക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ എന്നിട്ടേ നമ്മൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. കാരണം നമ്മൾ മെഡിസിൻ സെലക്ഷന് ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഈയിടെ വന്നിട്ടുള്ള ഒരു അസോസ്പെർമിയ കേസിൽ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ 8 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അസോസ്പെർമിയാണ്. അപ്പോൾ അവർ കല്യാണം കഴിഞ്ഞ സമയത്ത് ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടി പോയ സമയം അവർ പറഞ്ഞിരുന്നത് അസോസ്പെർമിയാണ്, നിങ്ങൾക്ക് നോർമലി കൺസീവ് ചെയ്യാൻ സാധ്യത കുറവാണ്, IVF വേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ അവർ കല്യാണം കഴിഞ്ഞിട്ട് ആ ഇടയല്ല, പെട്ടെന്ന് IVF തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നുള്ള രീതിയിൽ വീണ്ടും IVFന് വേണ്ടി ഇപ്പോൾ ഒരു തയ്യാറെടുക്കുന്ന സമയത്താണ് നമ്മൾ വീഡിയോ കണ്ട് നമ്മളെടുത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അസോസ്പെർമിയാണ്. അപ്പോൾ എല്ലാ ഹോർമോൺസും ചെക്ക് ചെയ്ത് ഹോർമോൺ വൈസ് ഒക്കെ ഓക്കെയാണ്, FSH ഹോർമോൺസും എല്ലാ ഹോർമോൺസും ഓക്കെയാണ്. പിന്നെ നമ്മളവരെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ വെരിക്കോസിലുണ്ട്, ഹൈഡ്രോസിലുണ്ട്, അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പം ഈ സ്കാൻ റിപ്പോർട്ട് കിട്ടിയ സമയത്ത് നമ്മൾ അവരോട് ചോദിച്ചു കാരണം മൊത്തത്തിലൊരു ഇഞ്ചുറി, അതായത് ഒരു ഇഞ്ചുറി വന്ന ഇമ്പാക്റ്റ് പോലെ നമുക്കത് ഫീൽ ചെയ്യും. ചില റിപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് ചില ഹിൻഡ് കിട്ടും. അങ്ങനെ നമ്മൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ടുണ്ടോ? അപ്പോൾ അവൻ ഓർത്തു, ഉണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വെക്കേഷൻ ടൈമിൽ എപ്പോഴും നമുക്കുള്ളൊരു വളരെ കോമൺ ഇഞ്ചുറി, അതായത് നമ്മൾ പാടത്തും പറമ്പിലൊക്കെ ഫുട്ബോൾ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോൾ വന്ന് ഹിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഇഞ്ചുറി ഡോക്ടറെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ 8ാം ക്ലാസ്സിലെ വെക്കേഷനാണ് ആ സംഭവം എന്ന് പറഞ്ഞു. പിന്നെ മറ്റൊരു ഹിസ്റ്ററി അവൻ പറഞ്ഞത്, ഞാൻ ഏകദേശം ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ആ സമയത്ത് മുതൽ എനിക്ക് ഇടയ്ക്കിടെ റിക്കറൻ്റ് ആയിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻസ് വരുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ ബോൾ ഹിറ്റ് ചെയ്തതിന് ശേഷം, അപ്പോൾ ഞാൻ ഓർത്തെടുത്തിട്ട് ഓക്കെ ശരിയാണ്, 8ാം ക്ലാസ്സിലെ വെക്കേഷൻ സമയത്തായിരുന്നു ആ ഒരു ഹിസ്റ്ററി. അതിന് ശേഷമാണ് എനിക്കിത് ഇങ്ങനത്തെ ഇത്തരം പ്രോബ്ലംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതെങ്ങനെ മാറിയെന്ന് ചോദിച്ചപ്പോൾ ഏകദേശം ഒരു +2 ആയ സമയത്ത് 1 മാസത്തോളം അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ഷൻസൊക്കെ വെച്ചിട്ടാണ് ആ ഇൻഫെക്ഷൻസ് മാറ്റിയെടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെയെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് നീ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഈ അസോസ്പെർമിയ എന്ന് പറഞ്ഞ കണ്ടീഷൻസ് നമുക്കൊരു മനസ്സിലാവും. കാരണം ആ റിപ്പോർട്ട്സ് കണ്ട് നമുക്ക് മനസ്സിലാവും അന്ന് പറ്റിയിട്ടുള്ള ഇഞ്ചുറിയുടെ ആഫ്റ്റർ എഫക്റ്റാണ് അവൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള ബാക്കിയുള്ള കുറേ സംഭവങ്ങൾ. പക്ഷെ അത് അവനക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ കൺസൾട്ടേഷൻ വേണ്ടി വന്നു. ആ സമയത്തെ അവൻ ചോദിക്കുന്നുണ്ട് റിക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻസ് വരുമ്പോൾ എന്തുകൊണ്ടാണ്. പക്ഷെ ആർക്കും ഈ ഒരു സംഭവം അവനക്കും ഓർമ്മയില്ല, എല്ലാവരും മറന്നുപോയൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ചില റിപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് തോന്നി ഇതിൻ്റെ അങ്ങനെ നമ്മൾ റീഡിങ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെയാണ് ഇതാണ് റീസൺ എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഇപ്പോൾ എന്തായാലും ഒരു ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ഇഞ്ചുറി റെമഡി വെച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കറക്റ്റ് റീസൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ റീസൺ വെച്ചിട്ട് നമുക്ക് മെഡിസിൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലെവലിൽ നമ്മൾ ചിന്തിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് അവർക്ക് ആക്കി കൊടുക്കാൻ പറ്റാറുണ്ട്. അത് എന്ത് തന്നെ ആയിക്കോട്ടെ. പേഷ്യൻ്റ് വെരി ലോ AMH ഉള്ള കേസസ് ആണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ അസോസ്പെർമിയ കേസസ് ആണെങ്കിൽ കൂടിയും നമ്മളുടെ ആ ഒരു ഡയഗ്നോസിസും പ്രോപ്പർ മെഡിസിൻ സെലക്ഷൻ ഒരുപാട് പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മറ്റൊരു കേസ്, അത് അധികം ആയിട്ടില്ല കേട്ടോ, കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു 2 വർഷമേ ആയിട്ടുള്ളൂ. അവരിപ്പോൾ ഈ മാസം കഴിഞ്ഞ മാസം ആദ്യമായിട്ട് വന്ന് സെക്കൻഡ് വിസിറ്റ് ഈ മാസം വന്നു. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 8 മാസത്തോളമായി, അദ്ദേഹം ഒരു പ്രവാസിയാണ്, 8 മാസത്തോളമായിട്ട് അവർ നാട്ടിലുണ്ട്. അപ്പോൾ പോവാറായി ആ സമയത്താണ് പിന്നെ എൻ്റെ ക്ലിനിക്കിൽ വരുന്നത്. അപ്പം പറഞ്ഞു 8 മാസം ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റിപ്പോർട്ടൊക്കെ നോക്കി സമയത്ത് അവരെ മുമ്പൊക്കെ സെമനിൽ എപ്പോഴും ഒരു ഇൻഫെക്ഷൻ കാണുന്നുണ്ട്, ബാക്ടീരിയ കാണുന്നുണ്ട്, പസ് സെൽസ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത്, നിങ്ങൾ സെമൻ കൾച്ചർ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ ഇല്ല. അങ്ങനെ നമ്മൾ സെമൻ കൾച്ചർ ചെയ്യാൻ വിട്ടു. സെമൻ കൾച്ചർ ചെയ്തപ്പോൾ നല്ല രീതിയിൽ ബാക്ടീരിയ ഗ്രോത്ത് ഉണ്ട്. ഓക്കെ, ഐ തിങ്ക് ക്ലബ്സിയലിലാണെന്ന് എൻ്റെ ഒരു ധാരണ. ആ ഓർഗാനിസം നല്ല രീതിയിൽ സെമനിനകത്ത് വളരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻഫെക്റ്റീവ് മീഡിയത്തിനകത്ത് സ്പേം കൗണ്ട് അല്ലെങ്കിൽ കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും ഉള്ള കൗണ്ടിന് ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ ആദ്യം വേണ്ടത് ആ ഇൻഫെക്ഷൻ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാരണം അവർ വന്ന സമയത്ത് 8 മാസത്തോളം അവർ ഡോക്ടേഴ്സിനെ മാറി അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുന്നുണ്ട് അവർ. അപ്പോൾ ആ സമയം 8 മാസം ആ തുടക്ക സമയത്ത് തന്നെ ഈ റീസൺ ഫൈൻഡ് ഔട്ട് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസ് കൊടുത്ത് ഇൻഫെക്ഷൻസ് കുറയ്ക്കുകയായിരുന്നെങ്കിൽ അവർക്ക് പക്ഷേ ഈ ഒരു സമയം കൊണ്ട് പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ അതായത് പ്രോപ്പറായി മെഡിസിൻ പോയാൽ പോകാവുന്ന ഇൻഫെക്ഷനേ ഉള്ളൂ അത്.
മനസ്സിലായില്ല. അപ്പോൾ ചിലപ്പോൾ നിസ്സാരമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് അത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യപ്പെടാതെ നിങ്ങൾ വർഷങ്ങളോളം ഇൻഫെർട്ടിലിറ്റി കാരണം പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോൾ. മനസ്സിലായില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് സാധ്യമാവുന്നില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ഉള്ളിൽ ചോദിക്കേണ്ട ചോദ്യം എന്തുകൊണ്ടാണ്, എന്താണ് എൻ്റെ പ്രോബ്ലം, എന്താണ് ഇത് ശരിയാവാത്തത്. അപ്പോൾ ആ റീസൺ നിങ്ങൾ എപ്പോഴും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട്, അപ്പം നിങ്ങൾ ഒന്നുകിൽ എല്ലാ ഡോക്ടേഴ്സും ഒരു പക്ഷേ നിങ്ങൾക്ക് സമയം ഉണ്ടായിക്കൊള്ളുന്നില്ല പല അപ്പോൾ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ഡോക്ടറെ ഞങ്ങൾക്കൊരു 5 മിനിറ്റ് പോലും കൺസൾട്ടിങ് ടൈം ഇല്ലാത്ത ഡോക്ടേഴ്സിൻ്റെ അടുത്തായിരിക്കും പോകുമ്പോൾ നമുക്ക് അങ്ങോട്ട് ചോദിക്കാൻ എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവാറില്ല എന്നാണ്. പക്ഷേ ഇവിടുത്തെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് രീതി എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് വരുന്നൊരു കപ്പിളിന് ഏകദേശം ഒരു 1/2 to 1 hour കൊടുക്കും. അവരുടെ മൊത്തം ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററി കേട്ട് എല്ലാ ഫയൽസും പരിശോധിച്ച് ഇതുവരെ ചെയ്ത ടെസ്റ്റുകളൊക്കെ നോക്കി അതിലേതെങ്കിലും ടെസ്റ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് നോക്കി കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് ടെസ്റ്റിലെ കുറേ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ബാക്കി ഫോളോ അപ്പ് ആണെങ്കിൽ കൂടി ഒരു 10-15 മിനിറ്റ് ചുരുങ്ങിയത് ഞാനൊരു കപ്പിളിന് എടുക്കും. ഫോളോ അപ്പ് ആണെങ്കിൽ കൂടിയും, കാരണം എങ്ങനെയാണ് മെഡിസിൻ കഴിച്ചിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റും ബാക്കി, എന്നിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ മെഡിസിൻ റൈറ്റ് വേയിലാണോ അത് നമുക്ക് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇൻഫെർട്ടിലിറ്റി ഫേസ് ചെയ്യുന്നവർ ചെയ്യേണ്ട ഒരു സംഭവം എന്താ വെച്ചാൽ എന്താണ് എൻ്റെ റീസൺ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കുക. അതിനനുസരിച്ചിട്ട് കറക്റ്റായിട്ടുള്ള മെഡിസിൻസ് എടുക്കുക, ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. നിങ്ങൾ ലൈഫിൽ വരുത്തേണ്ട ചേഞ്ചസ് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽസ് ആയിരിക്കും നിങ്ങളുടെ ഒരു വലിയ തടസ്സമെന്ന് പറയുന്നത്. ഓക്കെ, പ്രോപ്പറായിട്ട് ഉറക്കമില്ലായ്ക, ഇൻക്രീസ്ഡ് സ്ട്രെസ്സ്, അതല്ലെങ്കിൽ ജങ്ക് ഫുഡ്സിൻ്റെ ഓവർ ഉപയോഗം, ഓക്കെ അങ്ങനെയുള്ള. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്ത് എക്സസൈസ് ചെയ്ത് മെൻ്റലി ഹാപ്പി ആയിട്ട് നിങ്ങളൊരു കുഞ്ഞിന് ശ്രമിച്ചാൽ സാധ്യമാകാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ എന്ത് പ്രശ്നങ്ങൾ കൊണ്ടും ഇൻഫെർട്ടിലിറ്റി ഫേസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടൊന്നും റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ നിരാശരായിട്ട് ഇരിക്കുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളൊരു ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.